എല്ലാവർക്കും ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്റ്റോക്ക് ബ്രോക്കേഴ്സിൽ ഒന്നായ സെറോദയുടെ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ അനായാസമായിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ച് 5 അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിൽ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് സ്റ്റെപ്സ് ആണ് കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക, കൃത്യമായ ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി. അപ്പോൾ നമ്മൾ സെറോദ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെറോദ ഒരു ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ അൺബീറ്റബിൾ പ്രൈസിംഗ് ആണ് ഇതുവരെ നല്ല രീതിയിൽ ഈ ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്ത് മുമ്പോട്ട് പോകാൻ ഇടയാക്കാനുള്ള കാരണം. അപ്പം ഇവരുടെ പ്രൈസിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഇക്വിറ്റി ഡെലിവറി അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് എൻട്രീസിന് 0 ബ്രോക്കറേജ് ആണ് ഇവർ ഈടാക്കുന്നത്. അതുപോലെ തന്നെ ഇൻട്രാഡേ ആൻഡ് F&O സെക്ഷനിൽ 20 റുപ്പീസ് പെർ ഓർഡറാണ് ഇവർ ഈടാക്കുന്നത്. അപ്പോൾ ടോട്ടലി നമ്മൾ പറയുവാണെങ്കിൽ ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് തന്നെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. മാക്സിമം എല്ലാ സെഗ്മെൻറ്റിലും ഏറ്റവും കുറഞ്ഞ ബ്രോക്കറേജോട് കൂടി തന്നെ നല്ല ടെക്നിക്കൽ ചാർട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നല്ല കസ്റ്റമർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 കോടിയിലധികം യൂസേഴ്സ് ഇതുവരെ സെറോദയിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടും ഉണ്ട്. അപ്പോൾ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ബ്രോക്കറാണ്. ഞാൻ പേഴ്സണലി സെറോദ യൂസ് ചെയ്യുന്നുണ്ട്. സ്വിംഗ് ട്രേഡ് ചെയ്യുന്നതിനും സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടിലും ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നതിന് വേണ്ടിയൊക്കെ ഞാൻ സെറോദ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സെറോദയിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ആ ഡോക്യുമെൻറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 by 1 ആയിട്ട് വളരെ ഫാസ്റ്റായിട്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. ആ ഒരു മൊബൈൽ നമ്പർ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഉള്ളതായിരിക്കണം. അതുപോലെ തന്നെ ഒരു ജിമെയിൽ ID ഉണ്ടായിരിക്കണം, പാൻ കാർഡ് ഉണ്ടായിരിക്കണം, ആധാർ കാർഡ് നമ്പർ ഉണ്ടായിരിക്കണം, ആധാർ കാർഡ് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ബാങ്ക് അക്കൗണ്ടാണോ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടുമായിട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ബാങ്കിൻ്റെ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓർ ക്യാൻസൽഡ് ചെക്ക്. അപ്പം ഒന്നെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ക്യാൻസൽഡ് ചെക്കിൻ്റെ ഒരു കോപ്പി, അതിൻ്റെ ഒരു ഫോട്ടോ ഒരു ഫോട്ടോ എടുത്തിട്ടാണെങ്കിലും മൊബൈലിൽ വെക്കാം. അത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാൻസൽഡ് ചെക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സിഗ്നേച്ചർ ഫോട്ടോ, ഒരു വെള്ള പേപ്പറിൽ നിങ്ങളുടെ സിഗ്നേച്ചർ ഇട്ടതിന് ശേഷം അതിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കുക. അതുപോലെ തന്നെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാലറി സ്ലിപ്പ് അല്ലെങ്കിൽ ഫോം 60 ഒക്കെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷനിലാണ്. അതായത് നമ്മൾ ഇക്വിറ്റി സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് പർച്ചേസ് ചെയ്യുന്നതിനോ ഒന്നും നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. അതല്ല നമ്മൾ F&O സെക്ഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സെക്ഷനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിലാണെങ്കിലും അത് എനേബിൾ ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് എടുത്ത് വെച്ചതിന് ശേഷം ഈ ഒരു വീഡിയോയുടെ താഴെ ശരിയായ ലിങ്ക് ലഭിക്കും. സെറോദ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കിട്ടും. അപ്പോൾ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ വന്നതിന് ശേഷം ഈ ഒരു സെറോദ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക, ആദ്യം ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടു തീർക്കുക. അതിനുശേഷം ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ എൻ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ രണ്ട് രീതിയിൽ മുമ്പോട്ട് പോകാം. നമ്മുടെ ഡീറ്റെയിൽ ഒന്നുകിൽ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ പേര് ഇമെയിൽ ID അടിച്ചു കൊടുത്ത് മുമ്പോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ഇമെയിൽ ID ആണ് അടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇമെയിൽ IDയിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. അതിനുശേഷം ആ ഒരു OTP ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പം ഇനി നമ്മൾ 1 തൊട്ട് 7 വരെ 7 സ്റ്റെപ്സ് ആണ് ഉള്ളത് ഈ ഒരു ഇക്വിറ്റിയുടെ ഈ ഒരു നമ്മുടെ സെറോദയുടെ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്താണ്, പാൻ കാർഡിൻ്റെ നമ്പർ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. പാൻ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോകുക. അപ്പം ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പേ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പണിംഗ് ഫീ. സെറോദയിൽ ചെറിയൊരു അക്കൗണ്ട് ഓപ്പണിംഗ് ഫീസ് ഉണ്ട്. അതായത് നമ്മൾ ഇക്വിറ്റിയിൽ മാത്രമാണ്, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് മാത്രമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 200 രൂപയാണ് അക്കൗണ്ട് ഓപ്പണിംഗ് ഫീസ്. അതല്ല നമ്മൾ ഡെപ്റ്റ്, F&O, കറൻസി, കമ്മോഡിറ്റിയും കൂടെ നമ്മൾ ടിക്കറ്റ് കൊടുത്ത് ഇതെല്ലാ സെഗ്മെൻറ്റും നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടലായിട്ട് 300 രൂപ നമുക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ഫീസ് വരും. അപ്പോൾ ഇതൊരിക്കലും ഒരു വലിയൊരു അക്കൗണ്ട് ഓപ്പണിംഗ് ഫീസ് അല്ല, നല്ലൊരു പ്ലാറ്റ്ഫോം നമുക്ക് ലഭിക്കുന്നു. മാർക്കറ്റിൽ നിന്ന് നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകളും സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടിലും ഒക്കെ എൻട്രി എടുക്കാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇവർ തരുന്നുണ്ട്. ഒരിക്കലും ഇത് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ല സ്റ്റാർട്ടിങ്ങിലും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകിൽ 200 രൂപ അടച്ച് മുമ്പോട്ട് പോകാം, അതല്ല എങ്കിൽ എല്ലാം ടിക്ക് ചെയ്ത് നമ്മൾ 300 രൂപ അടച്ച് മുമ്പോട്ട് പോകാം. ഇനി നമ്മൾ ബിഗിനർ ആണെങ്കിൽ വേണമെങ്കിൽ 200 രൂപ അടച്ച് തന്നെ മുമ്പോട്ട് പോകാം. ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ഇത് എനേബിൾ ചെയ്യാൻ സാധിക്കുന്നതും ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പേ യൂസിങ്, നമുക്ക് 200 രൂപ നമുക്ക് UPI ഉപയോഗിച്ച് അയക്കാം, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് പേ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഫോൺ പേ വെച്ചാണ് പേ ചെയ്യുന്നത്. അപ്പോൾ പേ ചെയ്തതിന് ശേഷം നമ്മൾ ആധാർ KYC
നമ്മൾ ആധാർ കാർഡ് ഡീറ്റെയിൽസും പാൻ കാർഡ് ഡീറ്റെയിൽസും ഡിജി ലോക്കർ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ സെറോദയിലിട്ട് ഒന്ന് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂ ടു ഡിജി ലോക്കർ എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആധാർ കാർഡ് നമ്പർ ചോദിക്കുന്നുണ്ട്, ആധാർ കാർഡ് നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ക്യാപ്ച അതുപോലെ തന്നെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP അടിച്ചു കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ ആധാർ കാർഡ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നമ്മുടെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സെറോദയിലിട്ട് ഒന്ന് എടുക്കാൻ വേണ്ടി അവർ പെർമിഷൻ ചോദിക്കുന്നുണ്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ അത് അലോ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ ഓൺലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്ന് നമ്മുടെ പാൻ കാർഡും ആധാർ കാർഡ് ഡീറ്റെയിൽസും ഒക്കെ ഓൺലൈനായിട്ട് തന്നെ എടുക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ഡിജി ലോക്കറിൽ നിന്ന് ഡോക്യുമെൻറ്റ്സ് സെറോദിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 3 വന്നിട്ടുണ്ട്. നമ്മുടെ ഡീറ്റെയിൽസ് ആണ് അടിച്ചു കൊടുക്കേണ്ടത്. സിംഗിൾ ആണോ, മരിറ്റൽ സ്റ്റാറ്റസ് അടിച്ചു കൊടുക്കുക, സിംഗിൾ മാരീഡ് എന്നുള്ളത്. അതുപോലെ തന്നെ പേരൻസിൻ്റെ ഡീറ്റെയിൽസ്, മദറിൻ്റെ നെയിം, അതുപോലെ തന്നെ ആനുവൽ ഇൻകം, എത്രയാണ് എക്സ്പീരിയൻസ്, ട്രേഡിംഗ് എക്സ്പീരിയൻസ്, നമ്മുടെ ഒക്കുപേഷൻ, ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. ഏകദേശം അടിച്ചു കൊടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇനി നമ്മൾ സ്റ്റെപ്പ് നമ്പർ 4 വന്നിട്ടുണ്ട്. ലിങ്ക് ബാങ്ക് അക്കൗണ്ട്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഏത് അക്കൗണ്ടാണോ നമ്മുടെ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ലിങ്ക് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മൾ ഫണ്ട് ഏത് അക്കൗണ്ടിൽ നിന്നാണോ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്റ്റോക്ക് വിറ്റ് ചെയ്യുമ്പം ഏത് പൈസയാണോ വിഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏത് അക്കൗണ്ടിലേക്കാണോ, അപ്പം ആ ഒരു അക്കൗണ്ടിൻ്റെ IFSC കോഡ് അടിച്ചു കൊടുക്കുക, MICR കോഡ് അടിച്ചു കൊടുക്കുക, ബാങ്ക് അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുക്കുക. ഈ ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പർ വീണ്ടും കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ഒന്നും കൂടെ അടിച്ചു കൊടുത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തെടുത്ത് മുമ്പോട്ട് പോകുക. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് നമ്പർ 5 വന്നിട്ടുണ്ട്. വെബ്ക്യാം വെരിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഇവിടെ ഒരു ലേഡിയുടെ കയ്യിൽ വൈറ്റ് പേപ്പറിൽ ഇങ്ങനെ ഒരു നമ്പർ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ടിൽ ഏത് നമ്പറാണോ തെളിഞ്ഞു വരുന്നത്, ഒരു 4 അക്ക നമ്പർ തെളിഞ്ഞു വരും. അത് ഒരു വെള്ള പേപ്പറിൽ നല്ലൊരു സ്കെച്ച് പെയിനോട് കൂടി എഴുതി ഇതുപോലെ തന്നെ കയ്യിൽ പിടിച്ച് ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുക, വ്യക്തമായിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് കുറച്ച് ലൈറ്റൊക്കെ ഉള്ളിടത്ത് വെച്ച് ഈ ഒരു നമ്പറും തെളിഞ്ഞ് കിട്ടണം, അതുപോലെ തന്നെ നിങ്ങളുടെ ഫേസും തെളിഞ്ഞ് കിട്ടണം. അപ്പോൾ ആ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം ക്യാപ്ചർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അപ്പം അതിനുശേഷം നമ്മൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഒന്നുകിൽ ക്യാൻസൽഡ് ചെക്ക് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്യണം, അത് കമ്പൽസറിയാണ്. അതിനുശേഷം നമുക്ക് ഇൻകം പ്രൂഫ് ഇവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്. നമുക്ക് F&O അല്ലെങ്കിൽ ബാക്കിയുള്ള സെഗ്മെൻറ്റിലേക്ക് പോകണമെങ്കിലാണ് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മൾക്ക് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്ത് മുമ്പോട്ട് പോകാം, അല്ലെങ്കിൽ നമുക്കത് ഇഗ്നോർ ചെയ്യാം, ഇപ്പം സ്കിപ്പ് ചെയ്ത് മുമ്പോട്ട് പോകാം. ഇനി ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു വൈറ്റ് പേപ്പറിൽ സിഗ്നേച്ചർ ഇട്ട് വെക്കണമെന്ന്. ആ ഒരു സിഗ്നേച്ചർ ഇവിടെ അപ്ലോഡ് ചെയ്യുക, നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ സ്റ്റെപ്പ് നമ്പർ 6 കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് നമ്പർ 7, ഇത് നോമിനി ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ കഴിഞ്ഞിട്ട് അടുത്ത ഓണർ, ആ ഒരു നമ്മൾ ബൈ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനത്തിൻ്റെ വേണ്ടി ഒരു നോമിനി കൂടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഒന്നെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്ത് മുമ്പോട്ട് പോകാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിലാണെങ്കിലും നമുക്ക് ഇത് ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആഡ് നോമിനി എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നോമിനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പം സ്കിപ്പ് ആൻഡ് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് നമ്പർ 7 നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഫോം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. ഇനി അതിൻ്റെ അകത്ത് സിഗ്നേച്ചർ ഇട്ട് അവരിലേക്ക് ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സൈൻ എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളോട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചോദിക്കുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സൈൻ ഇൻ എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളോട് വീണ്ടും ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആധാർ കാർഡ് നമ്പർ അടിച്ചതിന് ശേഷം സെൻഡ് OTP എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വരും. ആ ഒരു OTP എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ OTP ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്ന ആളുടെ പേര് ഇവിടെ തെളിഞ്ഞു വരാം. അതുപോലെ തന്നെ യുവർ പ്രൊഫൈൽ ഹാസ് ബീൻ വെരിഫൈഡ് എന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ഈ ഒരു നമ്മൾ ഇതുവരെ ഫില്ല് ചെയ്ത ഫോം, കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ ഫോം കാണാൻ സാധിക്കും. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം സൈൻ നൗ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം വീണ്ടും ഈ ഒരു ടിക്ക് മാർക്ക് ഇട്ടതിന് ശേഷം ആധാർ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം സെൻഡ് OTP എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് വീണ്ടും OTP വരുന്നതായിരിക്കും. ഇവിടെ വെരിഫൈ ആൻഡ് സൈൻ ഇൻ എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഡോക്യുമെൻറ്റ് സൈൻഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് സൈൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫിനിഷ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കൺഗ്രാജുലേഷൻ, യുവർ ആപ്ലിക്കേഷൻ ഈസ് ബീങ് റിവ്യൂഡ്, ദിസ് കുഡ് ടേക്ക് ടു അപ് ടു 24 അവർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് 24 മണിക്കൂറുള്ളിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്തിട്ട് അവർ ആക്ടിവേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇമെയിലിലേക്ക് സെൻഡ് ചെയ്യും, ആക്ടിവേറ്റ് ആയി കഴിയുമ്പോഴത്തേനും അതിൻ്റെ മെസ്സേജ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു യുവർ സെറോദ ID എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ ഒരു ID കാണാൻ സാധിക്കുന്നുണ്ട്. XCL
ഒരു നമ്പർ ഇങ്ങനെ ഒരു ഐ ഡി കിട്ടുന്നുണ്ട്. ഈ ഒരു ഐ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഐ ഡി ഉപയോഗിച്ചാണ് നമ്മൾ ഇനി മുമ്പോട്ട് പോകുമ്പോഴത്തേനും ഇത് നമ്മുടെ അക്കൗണ്ടിൻ്റെ ഐ ഡിയാണ്. ഇതാണ് നമ്മൾ യൂസർ നെയിമായിട്ട് നമ്മൾ ആപ്ലിക്കേഷനൊക്കെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് ലോഗിൻ ടു കൈറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഐ ഡി ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നോട്ട് ചെയ്യുക. അതല്ല കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു 24 മണിക്കൂർ കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് നമ്മൾ കൊടുത്ത ഇമെയിൽ ഐ ഡിയിലേക്ക് യൂസർ നെയിമും പാസ്വേഡും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ലോഗിൻ ടു കൈറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു പാസ്വേഡ് നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് യൂസ് ചെയ്യാം. ആൽഫബറ്റ്സും ക്യാപിറ്റൽ ലെറ്ററും അതുപോലെ തന്നെ ഡിജിറ്റും എല്ലാത്തിൻ്റെയും കോമ്പിനേഷനായിട്ട് സ്പെഷ്യൽ ക്യാരക്ടറും എല്ലാം കൂടെ ഒരു കോമ്പിനേഷനായിട്ട് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു പാസ്വേഡ് എക്സാക്റ്റ് ആയിട്ട് താഴെയും എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാസ്വേഡ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നമ്മൾ ആപ്ലിക്കേഷനൊക്കെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് യൂസർ നെയിമും അതുപോലെ തന്നെ ഈ ഒരു പാസ്വേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. നമ്മൾ പാസ്വേഡും ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് കൈറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഒരു പ്ലേ സ്റ്റോറിൻ്റെ ഐക്കണുണ്ട്. അപ്പം ആൻഡ്രോയിഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. അതല്ല iOS ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ആപ്പിളിൻ്റെ ഐക്കണിൽ പോയി ക്ലിക്ക് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ആൻഡ്രോയിഡ് ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പം പ്ലേ സ്റ്റോറിലേക്ക് പോവുകയാണ്. പ്ലേ സ്റ്റോറിൽ പോയി കഴിയുമ്പോഴത്തേനും നമുക്ക് സെറോദ കൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ ലഭിക്കും. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് 2 ഓപ്ഷൻ വരുന്നുണ്ട്. ഓപ്പൺ എ ന്യൂ അക്കൗണ്ട്, അതുപോലെ തന്നെ ലോഗിൻ ടു കൈറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ ലോഗിൻ ടു കൈറ്റ് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മളോട് യൂസർ ഐ ഡി പാസ്വേഡും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ കിട്ടിയ യൂസർ ഐ ഡി XCL92 എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടിയ ആ ഒരു യൂസർ ഐ ഡി കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ടൊരു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ ഒരു പാസ്വേഡും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ലോഗിൻ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ അക്കൗണ്ട് സെറോദയുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓരോ സ്റ്റോക്കിൻ്റെ പേരും നമുക്ക് 1 by 1 ആയിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ പോയി നമുക്ക് എൻട്രീസ് എടുക്കാം. ആദ്യമേ നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാം. ഫണ്ട് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് 1 by 1 ആയിട്ട് ഓരോ സ്റ്റോക്കിനെ കുറിച്ചും പഠിച്ച് നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകളും നല്ല ട്രേഡിങ്ങും ചെയ്ത് നല്ല ഏണിങ്സും നല്ല വെൽത്തും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ടോട്ടലായിട്ട് സെറോദയുടെ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രൊസീജിയർ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് പ്രൊസീജിയറിൻ്റെ ചെയ്തു വരുന്ന സമയത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ സെറോദയുടെ കസ്റ്റമർ കെയർ നമ്പറാണ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ മൊബൈൽ നമ്പറും നിങ്ങൾ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രൊസീജിയറിന് കൊടുത്ത ബാക്കിയുള്ള ഡീറ്റെയിൽസും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റെപ്സ് കംപ്ലീറ്റ് ആക്കി ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ എടുത്തു വെച്ചതിന് ശേഷം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലഭിക്കും. ആ ഒരു ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. ആ ഒരു ലിങ്ക് നമ്മുടെ സെറോദയുടെ എക്സാക്റ്റ് ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. വളരെ വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ബ്രോക്കറാണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ ചെയ്യാൻ നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള ബ്രോക്കറാണ്. അപ്പം ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.